ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റെപ്കോ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 20ഓളം ഒഴിവുകളിലേക്ക് ടെമ്പററി ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സാലറി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഡയറി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ആയിട്ടുള്ള റെപ്കോ ബാങ്കിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായി ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 20 പോസ്റ്റുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ. മിനിമം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 31/5/2024 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 31/5/1994 31/5/2006 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരെങ്കിൽ അതിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നീട് ഇതിലേക്ക് സാലറി പറയുന്നത് 10,000 മുതൽ 9,500 അതുപോലെ 10,000 ആണ്. 9,500 നോൺ മെട്രോ സ്ഥലങ്ങളിലും മെട്രോ സിറ്റി ആണെങ്കിൽ 10,000 രൂപയായിരിക്കും മന്ത്ലി സാലറി ലഭിക്കുക. സാലറി കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജോബ് വന്നപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് SLC പാസ്സായിരിക്കാം, 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഉള്ളവർക്ക്, ഗ്രാജുവേറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എബോവ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾ തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. തപാൽ മുഖേന അപേക്ഷിക്കേണ്ട അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുപോകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.